നമസ്കാരം. +2 പബ്ലിക് എക്സാമിന് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പാഠഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. +2 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററായ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിലെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മാഗ്നറ്റിസം ആൻഡ് ഗോസ് ലോ, ദ എർത്ത്സ് മാഗ്നറ്റിസം, മാഗ്നറ്റൈസേഷൻ ആൻഡ് മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്നീ ടോപ്പിക്കുകളെ കുറിച്ചാണ് ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിൽ ഗോസ് ലോ അനുസരിച്ചിട്ട് ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. നമുക്കറിയാവുന്നതാണ്, ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിന്റെയും സൗത്ത് പോളിന്റെയും പോൾ സ്ട്രെങ്ത് സെയിം ആയിരിക്കും. ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ആർ ഹാവിംഗ് ദ സെയിം പോൾ സ്ട്രെങ്ത്. അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിന് മോണോപോളായിട്ട് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് എപ്പോഴും ഡൈപോൾ ആയിരിക്കും. എ മാഗ്നറ്റ് വിത്ത് എ സിംഗിൾ പോൾ ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഒരു മാഗ്നറ്റിൽ എൻറ്റർ ചെയ്യുന്ന നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് തുല്യമായിരിക്കും. അതായത് എൻറ്റർ ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സും ലീവ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സും തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ്, ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് പറയാം. അതാണ് ഈ ഗോസ് തിയറം പറയുന്നത്. ദ സർഫസ് ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0. എർത്തിന്റെ മാഗ്നറ്റിസത്തിന് കാരണമായ ഡൈനാമോ ഇഫക്റ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ചിത്രത്തില് എർത്തിന്റെ ഇന്നർ കോറും ഔട്ടർ കോറും നമുക്ക് കാണാവുന്നതാണ്. എർത്തിന്റെ ഔട്ടർ കോർ മോൾട്ടൺ സ്റ്റേറ്റിലാണ്. ഇതിൽ പ്രധാനമായും മെൽറ്റഡ് അയൺ, നിക്കൽ തുടങ്ങിയവയാണ് ഉള്ളത്. എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ കോറും റൊട്ടേറ്റ് ചെയ്യുന്നു. അതായത് മെറ്റാലിക് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ അയോൺസ് മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സർക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സർക്കുലേറ്റിംഗ് ഇലക്ട്രിക് കറണ്ടിന്റെ ഫലമായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ ഇഫക്റ്റിനെയാണ് ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിസത്തിന് കാരണം. എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് അറൈസ് ഡ്യൂ ടു ഇലക്ട്രിക് കറന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മോഷൻ ഓഫ് മെറ്റാലിക് ഫ്ലൂയിഡ്സ് ഇൻ ദ ഔട്ടർ കോർ ഓഫ് ദ എർത്ത്. ദിസ് ഈസ് നോൺ ആസ് ഡൈനാമോ ഇഫക്റ്റ്. ഇവിടെ നമുക്ക് ചിത്രത്തില് എർത്തിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനും അതുപോലെ തന്നെ മാഗ്നറ്റിക് ആക്സിസും കാണാവുന്നതാണ്. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ജോഗ്രഫിക് നോർത്ത് പോളും ഇത് ജോഗ്രഫിക് സൗത്ത് പോളുമാണ്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ആക്സിസിനും മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും ഉണ്ട്. മാഗ്നറ്റിക് കോമ്പസ് പോയിന്റ്സ് ടുവേർഡ്സ് ദ മാഗ്നറ്റിക് നോർത്ത് പോൾ since the north tip of the needle is attracted by the south pole of the earth magnets. ഒരു മാഗ്നറ്റിക് നീഡില് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗം, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം എർത്ത്സ് മാഗ്നറ്റിന്റെ സൗത്ത് പോളായിട്ടും ഇത് എർത്ത്സ് മാഗ്നറ്റിന്റെ നോർത്ത് പോളായിട്ടും പറയാവുന്നതാണ്. മാഗ്നറ്റിക് മെറീഡിയൻ. ചിത്രത്തിൽ നമുക്ക് മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും കാണാവുന്നതാണ്. ഈ മാഗ്നറ്റിക് നോർത്ത് പോളിൽ കൂടെയും മാഗ്നറ്റിക് സൗത്ത് പോളിൽ കൂടെയും കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറീഡിയൻ എന്ന് പറയുന്നത്. അതുപോലെ ജോഗ്രഫിക് നോർത്ത് പോളും ജോഗ്രഫിക് സൗത്ത് പോളും കൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിനെ നമ്മൾ ജോഗ്രഫിക് മെറീഡിയൻ എന്നും പറയുന്നു. Magnetic meridian at a place is the vertical plane passing through the Earth's magnetic poles. Geographic meridian at a place is the vertical plane passing through the geographic poles. The elements of Earth's magnetic field: declination, dip or inclination, horizontal intensity എന്നീ 3 ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് വിളിക്കുന്നത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, dip or inclination and horizontal intensity. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ജോഗ്രഫിക് മെറീഡിയനും മാഗ്നറ്റിക് മെറീഡിയനും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഡിക്ലിനേഷൻ അറ്റ് എ പ്ലേസ് ഈസ് എ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക് മെറീഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറീഡിയൻ അറ്റ് ദാറ്റ് പ്ലേസ്.
ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഇവിടെ ചിത്രത്തിൽ നമുക്ക് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാവുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിനെ നമുക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണന്റും അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റും. ഹൊറിസോണ്ടൽ കമ്പോണന്റും എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് വിളിക്കുന്നത്. The angle between the Earth's magnetic field and the horizontal component of Earth's magnetic field at a place is called dip. Dip angle changes from place to place. On the equator, the dip is 0 and at the poles, dip is 90. സ്ഥലം മാറുന്തോറും ഡിപ്പ് ആംഗിളും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇക്വേറ്ററിൽ ഡിപ്പ് 0 ആണ്. അതേസമയം പോൾസിലാണെങ്കിൽ ദ ആംഗിൾ ഓഫ് ഡിപ്പ് 90 ഡിഗ്രിയുമാണ്. Horizontal intensity. The horizontal intensity at a place is the horizontal component of Earth's magnetic field. അതായത് എർട്സിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ഡിപ്പ്, ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ആൻഡ് എർട്സ് മാഗ്നറ്റിക് ഫീൽഡ്. ഡിപ്പും ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റിയും എർട്സ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാക്കുന്ന റിലേഷനെ കുറിച്ച് നമുക്ക് അടുത്തായിട്ട് പഠിക്കാം. ഇപ്പൊ ബി എന്ന് പറയുന്നത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്പ് ആണ്. ഇപ്പൊ നമുക്കിവിടെ ചിത്രത്തിൽ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ബി കാണാവുന്നതാണ്. ഈ എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഹൊറിസോണ്ടൽ കമ്പോണന്റ്, അതാണ് നമ്മൾ ബി എച്ച് വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് തമ്മിലുണ്ടാക്കുന്ന ആംഗിളിനെ നമ്മൾ തീറ്റ ആയിട്ട് എടുത്തിരിക്കുന്നു. ഇത് ബി എച്ച് എന്ന് പറയുന്നത് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി ഓഫ് ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയ ബി വി എന്ന് പറയുന്നത് ഇത് വെർട്ടിക്കൽ ഇന്റൻസിറ്റി ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് നമ്മൾ വിളിക്കുന്നു. അപ്പൊ നമുക്ക് ബി എച്ചിനെ ബി കോസ് തീറ്റ ആയിട്ട് എഴുതാവുന്നതാണ്. ബി വി എ ബി സൈൻ തീറ്റ ആയിട്ടും എഴുതാവുന്നതാണ്. ദാറ്റ് ഈസ് ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ, ബി വി ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഇങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്ക് ബിയും ബിയും ക്യാൻസൽ ആകുന്നു. സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റ, ബി വി ഡിവൈഡ് ബൈ ബി എച്ച്. ദാറ്റ് ഈസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ആയിട്ട് എഴുതാവുന്നതാണ്. അതിന് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി വി ഡിവൈഡഡ് ബൈ ബി എച്ച് ആണ്. ഇനി ബി എച്ച് ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുകയാണെങ്കിൽ ബി എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആയിരിക്കും. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ബി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഈ രണ്ട് സ്ക്വയർ ചെയ്ത ഇക്വേഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ആയിട്ട് എഴുതാവുന്നതാണ്. അതിൽ നിന്ന് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ ആയിട്ട് എഴുതാവുന്നതാണ്. സോ ദ എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി എച്ച് സ്ക്വയർ പ്ലസ് ബി വി സ്ക്വയർ. The magnetic properties of a substance can be studied by defining some parameters such as intensity of magnetization, magnetic intensity or magnetizing field, susceptibility and permeability. ഒരു സബ്സ്റ്റൻസിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് മാഗ്നറ്റൈസേഷൻ, മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, സസെപ്റ്റിബിലിറ്റി, പെർമിയബിലിറ്റി തുടങ്ങിയ പാരാമീറ്റേഴ്സിന്റെ സഹായത്തോടു കൂടി നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഒരു സോളിനോയിഡ് കൺസിഡർ ചെയ്യുക. ഈ സോളിനോയിഡിൽ ഒരു യൂണിറ്റ് ലെങ്ത്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് സ്മോൾ എൻ ആണ്. ഇതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആണ്. ഒരു സോളിനോയിഡ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ എൻ ഐ ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കൺസിഡർ ആൻ എയർ കോർഡ് സോളിനോയിഡ് വിത്ത് n ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ക്യാരിയിങ് കറണ്ട് ഐ. ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോളിനോയിഡ് B0 is equal to mu 0 Ni. Here the product Ni is called the magnetic intensity. ഇവിടെ ഉണ്ടാകും സോളിനോയിഡ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 is equal to mu 0 Ni ആണ്. What is the cause of this magnetic field? ഈ മാഗ്നറ്റിക് ഫീൽഡിനുള്ള കാരണം എന്താണ്? The answer is electric current. അപ്പൊ I എന്നത് പറയുന്നത് ഇലക്ട്രിക് കറണ്ടും യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്നുമാണ്. അതുകൊണ്ട് നമുക്ക് എൻ ഐ ആണ് ഈ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം എന്ന് പറയാം. ഇവിടെ നമ്മൾ ഈ എൻ ഐയെ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് എന്ന് വിളിക്കുന്നു. മാഗ്നറ്റൈസിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇന്റൻസിറ്റി. ഈ മാഗ്നറ്റിക് ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് ഫീൽഡിനെ എച്ച് വച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. therefore B0 is equal to mu 0 H ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്.
B0 is equal to mu0 H. എയർ കോർ ആയിട്ടുള്ള ഈ സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് B0 is equal to mu0 H ആണ്. അതായത് ഈ Ni പൂർണ്ണമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ എ ക്വാണ്ടിറ്റി. ഹൗ മച്ച് ഇറ്റ് ഈസ് ഡിക്രീസ്ഡ്? ദാറ്റ് ഈസ് mu0 ടൈംസ്. ദിസ് mu0 ഈസ് കോൾഡ് പെർമിയബിലിറ്റി. mu0നെ നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നു. B0 എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, H എന്ന് പറയുന്നത് മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അപ്പൊ H മാഗ്നറ്റൈസിംഗ് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് B0 എന്നത്. Then it is also defined as the magnetic field which produces an induced magnetism in a magnetic substance. If H is the magnetizing field and B is the induced magnetic field in the material, then H is equal to B by mu, where mu is the constant called magnetic permeability of the medium. അപ്പോൾ mu എന്ന് പറയുന്നത് ഫ്രീ സ്പേസിന് പകരമായിട്ട് മറ്റൊരു മീഡിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ പെർമിയബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് mu വെച്ചാണ്. അതായത് പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മീഡിയം ഈസ് mu. സോ നമുക്ക് H is equal to B by mu ആയിട്ട് എഴുതാവുന്നതാണ്. Then permeability. The ratio of the magnetic flux density in a material to the magnetizing field is called permeability of the medium. B divided by H. H എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റൈസിംഗ് ഫീൽഡ്, B എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഈ B ഡിവൈഡഡ് ബൈ H റേഷ്യോനെയാണ് നമ്മൾ പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. സോ mu is equal to B divided by H. B is equal to mu H. ഫ്രീ സ്പേസിലാണെങ്കിൽ ദറ്റ് ഈസ് mu0 H ആയിട്ട് പറയാം. ഇപ്പൊ mu ഡിവൈഡഡ് ബൈ mu0 is equal to mu R. അതായത് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. mu R എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് ഈസ് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ. ഒരാറ്റത്തിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കറണ്ട് ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഡൈപോൾ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ നോർമൽ കണ്ടീഷനിൽ ഇത് റാൻഡം ഓറിയന്റേഷനിലായിരിക്കും. ഇഫ് യു ഒബ്സർവ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ, ദ ഇലക്ട്രോൺസ് ഇൻ ആറ്റം ആർ റിവോൾവിംഗ് റൗണ്ട് ദ ന്യൂക്ലിയസ്. Also, they are spinning about their own axis. These movements produce tiny currents. These currents in turn produce small magnetic field and behave as magnetic dipole. At normal condition, the field get cancelled due to random orientation. പക്ഷെ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എല്ലാ ഡൈപോൾസും ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആയി എന്ന് നമുക്ക് പറയാവുന്നതാണ്. When a magnetic field is applied to the magnetic material, the tiny magnetic dipoles align in the same direction and the material gets magnetized. ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടൈനി മാഗ്നറ്റിക് ഡൈപോൾസ് എല്ലാം ഒരേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നു. അതായത് ഈ മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അഥവാ മാഗ്നറ്റൈസേഷൻ എന്ന് വിളിക്കുന്നു. The net magnetic dipole moment developed per unit volume of a material is called magnetization. That is, capital M is equal to M net divided by V. ഇപ്പൊ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് മാഗ്നറ്റൈസേഷനും സ്മോൾ എം ഉദ്ദേശിക്കുന്നത് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും V എന്ന് പറയുന്നത് വോളിയവുമാണ്. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. ഇപ്പൊ ഇവിടെ മെറ്റീരിയൽ വ്യത്യാസപ്പെടുന്ന അനുസരിച്ച് മാഗ്നറ്റൈസേഷനും വ്യത്യാസപ്പെടുന്നു. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന നെറ്റ് ഡൈപോൾ മൊമെന്റ്സും വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഇന്റൻസിറ്റിനെയാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി എന്ന് വിളിക്കുന്നത്. സസെപ്റ്റിബിലിറ്റി കൈ വച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ കൈ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എച്ച്. ഇത് മാഗ്നറ്റൈസേഷൻ ഡിവൈഡഡ് ബൈ ദ മാഗ്നറ്റൈസിംഗ് ഫീൽഡ്. അടുത്തതായിട്ട് പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു സോളിനോയിഡ് മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B0 is equal to mu0 H ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനകത്തേക്ക് ഒരു കോർ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് മാഗ്നറ്റൈസേഷൻ മൂലവും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്ത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത്. ഒന്ന് ഡ്യൂ ടു ദ ഇലക്ട്രിക് കറണ്ട്, ദാറ്റ് ഈസ് B0 is equal to mu0 H. രണ്ടാമത്തത് ഡ്യൂ ടു ദ മാഗ്നറ്റൈസേഷൻ, ദാറ്റ് ഈസ് BM is equal to mu0 M.
So let a magnetic material be kept in a solenoid. The specimen gets magnetized by induction. The resultant field inside the specimen is the sum of the current in the solenoid and field due to the magnetization of the material. So the resultant magnetic field നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്പെസിമെനിലെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന് സോളിനോയിഡിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട്, രണ്ടാമത്തേത് മെറ്റീരിയൽ ഉണ്ടാകുന്ന കോറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റൈസേഷൻ മൂലവും. So resultant magnetic field B is equal to field due to current B0 plus field due to magnetization BM. So B is equal to B0 plus BM. So BM is equal to mu0 M ആണ്. അതായത് മാഗ്നറ്റൈസേഷൻ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് BM വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. BM is equal to mu0 M. B0 is equal to mu0 H. സോ നമുക്കത് ആഡ് ചെയ്യുമ്പോൾ B is equal to mu0 H plus mu0 M ആയിട്ട് എഴുതാവുന്നതാണ്. ഇതിൽ H ഔട്ട്സൈഡ് എടുക്കുമ്പോൾ B is equal to mu0 H into 1 plus M by H ആയിട്ട് എഴുതാം. ഇവിടെ M by Hനെയാണ് നമ്മൾ സസെപ്റ്റിബിലിറ്റി അല്ലെങ്കിൽ കൈവച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ B is equal to mu0 into 1 plus chi into H. സോ B is equal to mu0 mu R H. ഇവിടെ mu R എന്ന് പറയുന്നതാണ് 1 plus chi. So mu R is equal to 1 plus chi. mu R നെയാണ് നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് വിളിക്കുന്നത്. chi എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റിലേഷൻ ഇതാണ്. mu R is equal to 1 plus chi. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.